ഞാനിന്ന് ഒരു സിമ്പിൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സാധനങ്ങളാണ്: കുറച്ച് ചിക്കൻ വേണം, സവാള വേണം, കുറച്ച് തേങ്ങ വേണം, തക്കാളി വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പൊടികളായ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല എന്നിവയൊക്കെ വേണം. ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടിയും ചേർത്ത് ചിക്കൻ നല്ലോണം മിക്സ് ചെയ്യുക. അത് വറുത്തെടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു 10 മിനിറ്റിന് ശേഷമാണ് അത് വറുത്തെടുക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് ഒരു 10 മിനിറ്റ് വറുക്കാൻ വേണ്ടി, അതായത് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അധികം ഫ്രൈ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് ശേഷം ആ ചിക്കൻ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം ആ ചിക്കൻ എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ സവാള ഇടുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഇടുക. നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അതും മാറ്റി വയ്ക്കേണ്ടതാണ്. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് തേങ്ങയും വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങയും ഇടുക. അത് വറുത്ത് മാറ്റി വയ്ക്കണം. അത് മൊരിഞ്ഞതിന് ശേഷം അതും മാറ്റിയതിന് ശേഷം അത് രണ്ടും, അതായത് ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ച് ആ പാനിലേക്ക് ഇടുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാ സ്പൈസസും, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് എന്നിവ ഇടുക. ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ച് ചിക്കനും കൂടി ഇടുക. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അതിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് നല്ല വെളിച്ചെണ്ണയും മേലെ തൂവുക. കുറച്ച് കുരുമുളക് പൊടിയും ഇടുക. അങ്ങനെ സ്പെഷ്യൽ ചിക്കൻ കറി